ഇന്ത്യൻ ഫുട്ബോൾ കണ്ട ഏറ്റവും സക്സസ്ഫുൾ പരിശീലകന്മാരിൽ ഒരാളാണ് നിലവിൽ ഇന്റർകാഷ് എഫ് സിയുടെ പരിശീലകനായിട്ടുള്ള അന്റോണിയോ ലോപ്പസ് സെബാസ്. ആൾ നേരത്തെ കൊൽക്കത്ത ഫ്രാഞ്ചൈസിക്കൊപ്പം പലതവണ കിരീടം സ്വന്തമാക്കിയിട്ടുള്ള പരിശീലകനാണ്. ആളൊരു ഡിമാൻഡിങ് കോച്ചാണ് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നിരുന്നാൽ പോലും തോറ്റു കഴിഞ്ഞാലുള്ള വൃത്തികെട്ട ന്യായീകരണങ്ങളും ഒഴിവുകഴിവ് പറയലും പരാജയത്തിന് മുന്നേ ഉള്ള ഭീരുത്വ ഡയലോഗുകളും ഒന്നും അന്റോണിയോ ലോപ്പസ് സെബാസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലെ അണ്ണൻ ഊക്കി പറത്തിയത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സും ഇന്റർകാഷും തമ്മിലുള്ള മത്സരത്തിന് മുന്നേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ ഡേവിഡ് കാറ്റാല പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ബഡ്ജറ്റ് കുറവാണ്, ഇന്റർകാഷ് കുറച്ചുകൂടെ കരുത്തരാണ്, അതുകൊണ്ട് ഇന്റർകാഷിക്കെതിരെയുള്ള മത്സരം നമുക്ക് ടൈറ്റ് ആയിരിക്കുമെന്ന്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം അത്ര മോശമായിരുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ഐ ലീഗിൽ നിന്നും പ്രൊമോട്ടഡായി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വന്ന ഒരു ക്ലബിനെതിരെ വർഷങ്ങളായിട്ട് ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബ് കളിക്കുന്ന കളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരത്തിലുള്ള മുൻകൂർ ജാമ്യ പരിപാടികളൊക്കെ ഹബാസിനെ ചൊടിപ്പിച്ചത്. ഹബാസ് പറഞ്ഞത് ബഡ്ജറ്റിനെ കുറിച്ച് പറയാനൊന്നുമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്, കളിക്കാനാണ്, കളി ജയിക്കാനാണെന്നാണ്. അപ്പോൾ എന്തായാലും വൃത്തികെട്ട ന്യായീകരണങ്ങൾ പറയുന്നവർക്കുള്ള ഒരു മറുപടി ആയിട്ട് കൂടി വേണം ഹബാസിന്റെ വാക്കുകളെ വിലയിരുത്താൻ. ഇൻഡയറക്റ്റ് ആയിട്ട് കാറ്റാലയുടെ ബഡ്ജറ്റ് ബേസിലുള്ള ന്യായീകരണത്തിനെ ഊക്കി പൊളിക്കുകയാണ് ഹബാസ് തന്റെ ഡയലോഗിലൂടെ ചെയ്യുന്നത്.